മറ്റൊരു റിപ്പോർട്ട് കൂടി പരിശോധിക്കാം. വടകരയിലെ കാഫർ വിവാദം ഹൈക്കോടതിയിൽ. വിവാദത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് നേതാവ് പി.കെ. കാസിമാണ് ഹർജി നൽകിയത്. തന്റെ പേരിൽ വ്യാജ ID സൃഷ്ടിച്ച് പ്രചരിപ്പിച്ചുവെന്നാണ് കാസിമിന്റെ ആക്ഷേപം. ഷബ്ന സിയാദ് തുടരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷബ്ന, ഈ വടകരയിലെ കാഫർ വിവാദം ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവാദത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് നേതാവ് പി.കെ. കാസിം ഹർജി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? യൂത്ത് ലീഗ് നേതാവ് പി.കെ. കാസിമാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വ്യാജ ID ഉണ്ടാക്കിയാണ് ഇത്തരത്തിലൊരു പ്രചരണം നടത്തിയത്. ഈ പ്രചരണത്തിനെതിരെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ കേസെടുക്കാതെ തന്നെ പ്രതിയാക്കിയായിരുന്നു. താൻ അടക്കമുള്ളവരെ ഈ കേസിൽ പ്രതിയാക്കി. അത്തരത്തിൽ നിരപരാധിയായ തങ്ങളെ പ്രതിയാക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഇലക്ഷന് തലേ ദിവസമാണ് ഇത്തരത്തിലൊരു പ്രചരണം ഉണ്ടായത്. ഷാഫി പറമ്പിൽ ദീനിയായ മുസ്ലിം ആണെന്നും അതുപോലെ ശൈലജ ടീച്ചർ കാഫിറാണെന്നും അതുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്ന തരത്തിലുള്ള പ്രചരണമാണോ ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായതിന്റെ തനിക്കൊരു പങ്കുമില്ല. താൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയാണ് ചെയ്തത്. എന്നാൽ ആ പരാതി പരിഗണിക്കാതെയാണ് ഇത്തരം നടപടികൾ തങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് കൃത്യമായി ഇതിന്റെ ഉറവിടം കണ്ടെത്തണം. എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചത്, ഇത്തരം സന്ദേശങ്ങൾ എവിടെ നിന്ന് വന്നോ എന്നതിന്റെ ഉറവിടം കണ്ടെത്തി ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ശരി, കൊച്ചിയിൽ നിന്ന് ഷബ്ന സിയാദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.